students, welcome back to my class. So today we are going to discuss about the contractile vacuoles of paramecium. Okay. So നമ്മൾ പാരമീസിയത്തിന്റെ സ്ട്രക്ചർ പഠിച്ച സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും രണ്ട് സ്റ്റാർ ഷേപ്ഡ് കോൺട്രാക്ടൽ വാക്യൂൾസ് ആണ് പാരമീസിയത്തിൽ പ്രസന്റ് ആയിട്ടുള്ളത്. അത് രണ്ടും ഓപ്പോസിറ്റ് എൻഡ്സിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആ സ്ട്രക്ചറിൽ ഒന്ന് ആന്റീരിയർ പോർഷനിലും അതുപോലെ ഒന്ന് പോസ്റ്റീരിയർ പോർഷനിലും കാണാം. ഓക്കെ, രണ്ട് സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള കോൺട്രാക്ടൽ വാക്യൂൾസ് കാണാം. ഒന്ന് ആന്റീരിയർ പോർഷനിലായിട്ടും കാണുന്നുണ്ട്, ഒന്ന് പോസ്റ്റീരിയർ പോർഷനിലായിട്ടും കാണുന്നുണ്ട്. ഈ കോൺട്രാക്ടൽ വാക്യൂൾസ് എന്ന് പറയുന്നത് ടെമ്പററി സ്ട്രക്ചേഴ്സ് ആണ്. ആൻഡ് ദേ അപ്പിയർ ആൻഡ് ഡിസപ്പിയർ അറ്റ് ഷോർട്ട് ഇന്റർവെൽസ് and still they have fixed positions in the medullary cytoplasm. നമുക്ക് പറഞ്ഞത് anterior and one posterior. Okay, ഈ anterior contractile vacuole നമുക്ക് ന്യൂക്ലിയർ വാക്യൂൾ എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കാണുന്നത് ന്യൂക്ലിയർ അപ്പാരറ്റസിന്റെ അടുത്താണ്. Because of its nearness to nuclear apparatus, it is also called as nuclear vacuole. Okay, posterior one is called peristomial vacuole because of its proximity to പെരിസ്റ്റോമിയൽ ഗ്രൂവ്. അത് കാണുന്നത് പെരിസ്റ്റോമിയൽ ഗ്രൂവിന്റെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പെരിസ്റ്റോമിയൽ വാക്യൂൾ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഈ കോൺട്രാക്ടൽ വാക്യൂൾ എന്ന് പറയുന്നത് പാരമീസിയത്തിൽ കോൺട്രാക്ടൽ വാക്യൂൾസ് എന്ന് പറയുന്നത് കനാൽ ഫെഡ് ആണ്. കാരണം ഈ ജോയിനിങ് ഈച്ച് ഓഫ് ദം ജോയിൻ ചെയ്തുകൊണ്ട് 5 to 12 റേഡിയൽ കനാൽസ് കാണുന്നുണ്ട്, നോൺ ആസ് ഫീഡിംഗ് കനാൽസ് ഓർ ഫീഡേഴ്സ്. 5 to 12 റേഡിയൽ കനാൽസ് കാണാൻ വേണ്ടി കണക്ട് ചെയ്തുകൊണ്ട് നോൺ ആസ് ഫീഡിംഗ് കനാൽസ് അല്ലെങ്കിൽ ഫീഡേഴ്സ് ആണ് നമ്മൾ ആ റേഡിയൽ കനാൽസിനെ പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഫീഡിംഗ് കനാലിന്റെ സ്ട്രക്ചർ എന്ന് നോക്കാം. ഫീഡിംഗ് കനാലിന് 3 പോർഷൻസ് ആണ് മെയിൻലി ഉള്ളത്. ടെർമിനൽ പാർട്ട്, ആംബ്യുള ആൻഡ് ഇൻജക്ടർ കനാൽ. ഓക്കെ, സ്ട്രക്ചർ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതാണ് കോൺട്രാക്ടൽ വാക്യൂൾ എന്ന് പറയുന്നത്. കോൺട്രാക്ടൽ വാക്യൂളിന്റെ സ്ട്രക്ചർ ഇതാണ്. കോൺട്രാക്ടൽ വാക്യൂളിന്റെ ഇതാണ് എന്ത് ഈ ലോങ് ആയിട്ട് കാണുന്ന ഇവിടെ ബൾജ് ചെയ്തുള്ള ഈ പോർഷൻ, ഇതാണ് ഇങ്ങനെ കാണുന്ന സ്ട്രക്ചർ ആണ് റേഡിയൽ കനാൽ അല്ലെങ്കിൽ ഫീഡിംഗ് കനാൽ ഓർ ഫീഡർ എന്ന് പറയുന്നത്. ഇതാണ് ഫീഡർ കനാൽ. സോ ഈ ഫീഡർ കനാലിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു ഫീഡർ കനാൽ എന്ന് പറയുമ്പോൾ ഇത് കോൺട്രാക്ടൽ വാക്യൂൾ, ഇതാണ് ഫീഡർ കനാൽ അല്ലെങ്കിൽ ഫീഡർ. ഈ ഫീഡിംഗ് കനാലിൽ എന്തുണ്ട്? 3 പോർഷൻസ് ആണ് കാണുന്നത്. ആ 3 പോർഷൻസ് ആണ് ടെർമിനൽ പാർട്ട്. ഒരു ടെർമിനൽ പാർട്ട് കാണാം, ആംബ്യുള, ഈ ബൾജിൽ നിൽക്കുന്ന പോർഷൻ ആണ് ആംബ്യുള. അതുപോലെ തന്നെ എന്താണ്, ദിസ് ഈസ് ദ ടെർമിനൽ പോർഷൻ, സോറി ദിസ് ഈസ് ദ ഇൻജക്ടർ കനാൽ. സോ 3 പോർഷൻസ് കാണാം. ഇൻജക്ടർ കനാൽ കാണുന്നുണ്ട്, ആംബ്യുള കാണുന്നുണ്ട്, ടെർമിനൽ പാർട്ട് കാണുന്നുണ്ട്. ഓക്കെ, ടെർമിനൽ പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ലോങ് ആണ്, അതുപോലെ തന്നെ ട്യൂബുലാർ ആൻഡ് നാരോ ആണ്. ആൻഡ് ഇറ്റ് അബ്സോർബ്സ് ഫ്ലൂയിഡ് സബ്സ്റ്റൻസസ് ഫ്രം ദ മെഡുലറി സൈറ്റോപ്ലാസം. അത് എന്ത് ചെയ്യുന്നു, മെഡുലറി സൈറ്റോപ്ലാസത്തിന് ഫ്ലൂയിഡ് സബ്സ്റ്റൻസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് മൈക്രോ ട്യൂബിൾസ് കാണാം. ആൻഡ് ഇറ്റ് സ്പ്രെഡ് ഓൾ ഓവർ ദ ബോഡി. കണ്ടോ, ഇതിന് മുകളിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരുപാട് മൈക്രോ ട്യൂബിൾസ് കാണുന്നുണ്ട്. അത് ഓൾ ഓവർ ദ ബോഡി സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. And these tubules may be continuous with endoplasmic reticulum. ഇവിടെ കാണാം, ഇവിടെ endoplasmic reticulum ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഈ ട്യൂബ്യൂൾസ് ഇതിനായിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് കിടക്കുന്നത് endoplasmic reticulumത്തിനായിട്ട്. ഓക്കെ, ആംബ്യുള എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡയലേറ്റഡ് മിഡിൽ പോർഷൻ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ടെർമിനൽ പോർഷന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ വരുന്ന പോർഷൻ ആണ് ആംബ്യുള. ഇറ്റ് ഇസ് എ മിഡിൽ പോർഷൻ, ബൾജ് ചെയ്ത് നിൽക്കുന്ന ഡയലേറ്റ് ചെയ്ത് നിൽക്കുന്ന മിഡിൽ പോർഷൻ ആണ്. അതെന്ത് ചെയ്യുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റോർസ് വാട്ടറി സബ്സ്റ്റൻസസ് ഫോർ സം ടൈം. കുറച്ച് സമയത്തേക്ക് വാട്ടറി സബ്സ്റ്റൻസിനൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഈ ആംബ്യുളയാണ്. അതുകൂടാതെ അടുത്ത പോർഷൻ ആണ് ഇൻജക്ടർ കനാൽ. അതെന്താണ്, നാരോ ബേസിൽ പോർഷൻ ആണ്. ഇവിടെ കാണുന്ന നാരോ ബേസിൽ പോർഷൻ ആണ് ഇൻജക്ടർ കനാൽ എന്ന് പറയുന്നത്. അതാണ് കോൺട്രാക്ടൽ വാക്യൂളിന്റെ തൊട്ടടുത്ത് എടുക്കുന്ന പോർഷൻ. ഓക്കെ, ആൻഡ് ഇറ്റ് ഡിസ്ചാർജസ് ഫ്ലൂയിഡ് കണ്ടൻസ് ടു വാക്യൂൾ. ആ ഇൻജക്ടർ കനാലിലൂടെയാണ്, അതാണ് നേരിട്ട് എന്ത് ചെയ്യുന്നത്, വാക്യൂളിലേക്ക് ഫ്ലൂയിഡ് കണ്ടൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ദി വാൾ ഓഫ് കോൺട്രാക്ടൽ വാക്യൂൾ ഈസ് പ്രൊവൈഡഡ് വിത്ത് കോൺട്രാക്ടൽ ഫൈബേഴ്സ് ഫോർ മയോഫൈബ്രസ്. എന്ത് കാണുന്നത്, ഈ വാൾ ഓഫ് കോൺട്രാക്ടൽ വാക്യൂളിന്റെ വാളിൽ നമുക്ക് ഒരുപാട് മയോ ഫൈബ്രൽസും കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കാണാം മയോ ഫൈബ്രൽസ്, അതിന് മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് മയോ ഫൈബ്രൽസും കാണുന്നുണ്ട് വാളിൽ. ഓക്കെ, അത്രയാണ് സ്ട്രക്ചർ ഓഫ് കോൺട്രാക്ടൽ വാക്യൂൾ എന്ന് പറയുന്നത്. സോ കോൺട്രാക്ടൽ വാക്യൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 2 എണ്ണം കാണുന്നുണ്ട്, ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ. അത് രണ്ടും ഒന്ന് ആന്റീരിയർ പോർഷനിലും ഒന്ന് പോസ്റ്റീരിയർ പോർഷനിലും പ്ലേസ് ചെയ്തിട്ടാണ് കാണുന്നത്. ആന്റീരിയർ വൺ ഇസ് കോൾഡ് ന്യൂക്ലിയർ വാക്യൂൾ. അതുപോലെ തന്നെ പോസ്റ്റീരിയർ വണ്ണ് നമുക്ക് എന്ത് പറയുന്നു, പെരിസ്റ്റോമിൽ വാക്യൂൾ എന്ന് പറയുന്നത്. എന്താണ് കാരണം എന്ന് പറഞ്ഞു. പിന്നെ അത് കനാൽ ഫെഡ് ആണ്. 5 to 12 റേഡിയൽ കനാൽസ് കാണുന്നുണ്ടായിരുന്നു ഈച്ച് ഓഫ് കണക്ട് ചെയ്തുകൊണ്ട്. അപ്പൊ ഈ ഫീഡർ കനാൽ അല്ലെങ്കിൽ റേഡിയൽ കനാലിൽ എന്തുണ്ട്, 3 പോർഷൻ കാണുന്നുണ്ട്, ടെർമിനൽ പാർട്ട്, ആംബ്യുള ആൻഡ് ഇൻജക്ടർ കനാൽ. അപ്പോൾ എന്താ ടെർമിനൽ പാർട്ട് പറഞ്ഞാൽ ലോങ്, നാരോ ആൻഡ് ട്യൂബുലാർ ആണ്. അതുപോലെ തന്നെ പിന്നെ കാണുന്നത് എന്താണ്, അതിന്റെ മുകളിൽ കണക്ട് ചെയ്തുകൊണ്ട് എന്തുണ്ട്, നെറ്റ്വർക്ക് ഓഫ് മൈക്രോ ട്യൂബിൾസ് കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ആംബ്യുള എന്ന് പറയുന്ന ഡയലേറ്റഡ് പോർഷൻ ആണ്. അത് വാട്ടർ സബ്സ്റ്റൻസിനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പോർഷൻ ആണ്.
പിന്നെ ഇൻജെക്ടർ കനാൽ കാണുന്നു, അതാണ് കണക്ട് ചെയ്യുന്നത് കോൺട്രാക്ടൈൽ വാക്യൂളിലേക്ക്. ഓക്കെ, പിന്നെ വോൾ ഓഫ് കോൺട്രാക്ടൈൽ വാക്യൂൾ നമുക്ക് ഒരുപാട് മയോഫൈബ്രൽസ് കാണാം. പിന്നെ ഈ കോൺട്രാക്ടൈൽ വാക്യൂൾ എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? It protects a cell from absorbing too much water and potentially exploding by excreting excess water. Mainly osmoregulation ആണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യുന്നു, അത് ഒരു സെല്ലില് ടൂ മച്ച് ആയി ഒരുപാട് വാട്ടർ അബ്സോർബ് ചെയ്യാതെ അത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സസ് വാട്ടർ എന്താണ് എക്സ്ക്രീറ്റ് ചെയ്യാതെ നോക്കുന്നുണ്ട്. ഓക്കെ, protects a cell from absorbing too much water and potentially exploding by excreting excess water. Okay, അതുപോലെ തന്നെ വേസ്റ്റ് സച്ച് ആസ് അമോണിയ, സോലബിൾ വാട്ടറിൽ സോലബിൾ ആയുള്ള വേസ്റ്റ് ആണ് അമോണിയ. അതൊക്കെ എന്ത് ചെയ്യുന്നു, ഈ കോൺട്രാക്ടൈൽ വാക്യൂളിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. വാട്ടർ സോലബിൾ ആയുള്ള വേസ്റ്റ് ആയുള്ള അമോണിയ ഒക്കെ നമുക്ക് ഇതിലൂടെ എക്സ്ക്രീറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, അതാണ് കോൺട്രാക്ടൈൽ വാക്യൂളിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ സ്ട്രക്ചർ ഇങ്ങനെയായിരുന്നു, ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു, റേഡിയൽ കനാലിന്റെ സ്ട്രക്ചർ പറഞ്ഞു. പിന്നെ പറയാനുള്ളത് എന്താണ് ന്യൂക്ലിയർ അപ്പാരറ്റസ്. ന്യൂക്ലിയർ അപ്പാരറ്റസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പാരമീസിയം എന്ന് പറയുന്നത് ഒരു ഹെട്രോകാരിയോട്ട് ആണ് വിത്ത് ഡൈമോർഫിക് ന്യൂക്ലിയർ അപ്പാരറ്റസ്. നമ്മൾ പാരമീസിയം സ്ട്രക്ചർ പഠിച്ച് പറഞ്ഞു, ഡൈമോർഫിക് ന്യൂക്ലിയർ അപ്പാരറ്റസ് ആണ് കാണുന്നത്. 2 ന്യൂക്ലിയസ് കാണുന്നുണ്ട്. അതെന്താണ്, ഇറ്റ് ഹാസ് എ സ്മോളർ മൈക്രോ ന്യൂക്ലിയസ് ആൻഡ് ലാർജർ മാക്രോ ന്യൂക്ലിയസ്. 2 തരം ന്യൂക്ലിയസ് കാണാം, ഒരു സ്മോളർ മൈക്രോ ന്യൂക്ലിയസും കാണുന്നുണ്ട്, ലാർജർ മാക്രോ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മെഗാ ന്യൂക്ലിയസ് കാണുന്നുണ്ട്. ഈ മൈക്രോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ജനറേറ്റീവ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ന്യൂക്ലിയസ് ആണ്. ആൻഡ് അത് എന്ത് ചെയ്യുന്നു, ഹെറിഡിറ്റി അതുപോലത്തെ റീപ്രൊഡക്ഷൻ ഒക്കെ ഗവേൺ ചെയ്യുന്നത് ഈ മൈക്രോ ന്യൂക്ലിയസ് ആണ്. മാക്രോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഒരു ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബീൻ ഷേപ്ഡ് ആയിട്ടുള്ളതാണ് മാക്രോ ന്യൂക്ലിയസ്. അതെന്ത് ചെയ്യുന്നു, അത് എന്താണ്, അത് വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ മെറ്റബോളിക് ന്യൂക്ലിയസ് ആണ്. അത് മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മൈക്രോ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു, ഡിവൈഡ്സ് മൈറ്റോട്ടിക്കലി ആൻഡ് മിയോട്ടിക്കലി. ആൻഡ് വേറസ് മാക്രോ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു, അത് അമൈറ്റോട്ടിക്കലി ആണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പാരമീസിയത്തില് there is only a single macronucleus in all species of paramecium. പാരമീസിയത്തിന് ഒരുപാട് സ്പീഷീസ് ഉണ്ട്. ഒരു സ്പീഷീസ് നമ്മൾ പഠിക്കുന്നത് പാരമീസിയം കോർഡാറ്റം. അപ്പോൾ എല്ലാ സ്പീഷീസിലും എന്താണ്, ഒരു സിംഗിൾ മാക്രോന്യൂക്ലിയസ് ആണ് കാണുന്നത്. ബട്ട് നമ്പർ ഓഫ് മൈക്രോന്യൂക്ലിയസ് വാരി ചെയ്യാറുണ്ട്. ഡിഫറെന്റ് സ്പീഷീസിൽ എന്ത് ചെയ്യാറുണ്ട്, നമ്പർ ഓഫ് മൈക്രോന്യൂക്ലിയസ് വാരി ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ മാക്രോന്യൂക്ലിയസ് നമ്മൾ പറഞ്ഞു ഒരു ബീൻ ഷേപ്പിലാണ് കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിത്ത് മോർ ദാൻ 1 ന്യൂക്ലിയോലസ് ആൻഡ് ലാർജ് ചങ്ക് ഓഫ് ക്രോമാറ്റിൻ കാണുന്നുണ്ട്. അതിന് ലാർജ് സൈസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് റിപ്പീറ്റഡ് എൻഡോ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഇറ്റ്സ് ക്രോമസോംസ്. അതിന്റെ ക്രോമസോമിന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള എൻഡോ ഡ്യൂപ്ലിക്കേഷൻ കാരണമാണ് അതിന് ബീൻ ഷേപ്പ് ലാർജ് ഷേപ്പ് കിട്ടാൻ കാരണം. വിത്തൗട്ട് ന്യൂക്ലിയർ ഡിവിഷൻ ഇല്ലാതെ ക്രോമസോംസ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് എൻഡോ ഡ്യൂപ്ലിക്കേഷൻ നടക്കുക. അതുകൊണ്ടാണ് അതിന് ലാർജ് സൈസ് ഉണ്ടാവുന്നത്. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോൺട്രാക്ടൈൽ വാക്യൂൾ അതുപോലെ തന്നെ ന്യൂക്ലിയർ അപ്പാരറ്റസ് ആയിരുന്നു. ഓക്കെ.